സംസ്ഥാനത്ത് നടപ്പിലാക്കാനിരിക്കുന്ന പുതിയ വനനിയമം വനത്തോട് ചേർന്ന് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. നവംബറിലെ കരട് വിജ്ഞാപനത്തിൽ തന്നെ വനം വകുപ്പിന് പരമാധികാരം നൽകുന്നതാണ് നിയമമെന്ന് ആരോപിച്ച പ്രതിഷേധം ശക്തമാണ്. നിയമത്തെക്കുറിച്ച് വനം മന്ത്രി തന്നെ വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ പുതിയ വനനിയമ ഭേദഗതി എന്താണെന്ന് ന്യൂസ് മലയാളം എക്സ്പ്ലെയിനർ കാണാം. 1961 കേരള വനനിയമ ഭേദഗതി ബില്ലിന്റെ കരട് വിജ്ഞാപനം നവംബർ 1 സർക്കാർ പുറത്തിറക്കിയത്. ബിൽ അംഗീകരിച്ചതോടെ വരാനിരിക്കുന്നത് കടുത്ത പ്രത്യാഘാതങ്ങൾ. ജനുവരിയിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ നിയമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനം വകുപ്പ്. എന്നാൽ ബില്ലിന്റെ കരടിനെതിരെ ഇതിനോടകം തന്നെ പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു. നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നാൽ മലയോര കർഷക ജനത വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നതിൽ തർക്കമില്ല. എന്താണ് പുതിയ വനനിയമ ഭേദഗതി? എന്താണ് നിയമം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളി? സംസ്ഥാനത്തെ 70% കുടിയേറ്റ കർഷകരും വനാതിർത്തിയിൽ താമസിക്കുന്നവരും വനംവകുപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുമാണ്. പലർക്കും പട്ടയമില്ല. ആകെയുള്ളത് കൈവശരേഖ മാത്രമാണ്. പുതിയ നിയമ ഭേദഗതിയിൽ പല വകുപ്പുകളും ഈ മനുഷ്യരുടെ സ്വൈര ജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് ഉറപ്പ്. കരട് വിജ്ഞാപനത്തിലെ 27, 52, 63 വകുപ്പുകൾക്കെതിരെയാണ് വ്യാപക വിമർശനം ഉയരുന്നത്. ഭേദഗതി വരുത്തിയ വകുപ്പ് 27 പ്രകാരം വനത്തിൽ അതിക്രമിച്ചു കടന്നാൽ 5000 രൂപ മുതൽ 25,000 രൂപ വരെ പിഴ ഈടാക്കാം. നിലവിൽ 1000 രൂപ പിഴ ഈടാക്കിയിരുന്ന കേസുകളിലാണ് പിഴത്തുക 5000 ഉയർത്തുന്നത്. 5000 ആയിരുന്നത് 25,000 വർദ്ധിക്കും. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് 200 രൂപ പിഴ ഈടാക്കിയിരുന്ന സെക്ഷൻ 65 ഭേദഗതി കൊണ്ടുവന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വനത്തിൽ പ്രവേശിക്കുകയോ വിറകാവശ്യത്തിനായി മരത്തൊലി ഉൾപ്പെടെ ശേഖരിക്കുകയോ ചെയ്താൽ 1000 രൂപ വരെയായിരുന്നു ഇതുവരെ വനംവകുപ്പിന് ചുമത്താനാവുന്ന ഉയർന്ന പിഴത്തുക. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വനംവകുപ്പ് പലപ്പോഴും പിഴ ചുമത്തിയിരുന്നില്ല. എന്നാൽ പുതുക്കിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ പിഴ 25,000 രൂപയായി ഉയരും. വനത്തിലൂടെ സഞ്ചരിക്കുന്നതും വനാതിർത്തികളിലൂടെ ഒഴുകുന്ന പുഴയിൽ കുളിക്കുന്നതും വളർത്തുമൃഗങ്ങളെ മേയ്ക്കുന്നതും വിറകെടുക്കുന്നതും വലിയ പിഴ ചുമത്താനാവുന്ന കുറ്റമായി മാറും. വനാതിർത്തിയിൽ ജണ്ടകൾ നശിപ്പിച്ചാലായിരുന്നു നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം അതിർത്തിയിലെ കല്ലുകൾ ഇളക്കിയാലും നിയമ നടപടി സ്വീകരിക്കാം. വനാതിർത്തിയിലെ കയ്യാലകളും മരവേലികളും പുതിയ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. വനമേഖലയിലെ പുഴയിൽ നിന്നും മീൻ പിടിക്കുന്നതും കുറ്റകരമാകും. വകുപ്പ് 52 പ്രകാരം വനം നിയമം ലംഘിച്ചുവെന്ന കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുടെ വനവുമായി ബന്ധപ്പെട്ട വസ്തുവകകളും ഡോക്യുമെന്റുകളും പെർമിറ്റുകളുമെല്ലാം കസ്റ്റഡിയിലെടുക്കാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്ക് അധികാരം ലഭിക്കുമെന്നതാണ് നിയമത്തെ സംശയനിഴലിൽ നിർത്തുന്ന മറ്റൊരു വസ്തുത. വാഹനങ്ങൾ തടഞ്ഞു നിർത്താനും കെട്ടിടം, പുരയിടം, കൃഷിസ്ഥലം എന്നിങ്ങനെ എവിടെ വേണമെങ്കിലും വാറന്റ് ഇല്ലാതെ പരിശോധന നടത്താനും നിയമം പരമാധികാരം നൽകുന്നു. വാഹനമോ തടിയോ ആയുധങ്ങളോ സംശയം തോന്നുന്ന എന്തും സീസ് ചെയ്യാനും നിയമം അധികാരം നൽകുന്നുണ്ട്. പവർ ടു അറസ്റ്റ് വിത്തൌട്ട് വാറന്റ് എന്ന പരമാധികാരം വകുപ്പ് 63 നൽകുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഏത് ഫോറസ്റ്റ് ഓഫീസർമാർക്കും മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെയോ വാറന്റ് ഇല്ലാതെയോ സംശയിക്കുന്ന ആരെയും അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കാം എന്നാണ് നിയമ ഭേദഗതി ബില്ലിൽ പറയുന്നത്. നിലവിൽ ഏതെങ്കിലും കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്യുന്ന പ്രതികളെ എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമെന്നായിരുന്നു നിയമമെങ്കിലും നിയമ ഭേദഗതി കരട് ബില്ലിൽ ഇത് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസ് എന്നാക്കിയിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ ജീവഹാനി ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളുടെ കനത്ത പ്രതിഷേധം നേരിടേണ്ടി വരാറുണ്ട്. വനത്തിന് പുറത്തു വെച്ചുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമായാൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടത്. എന്നാൽ വനഭേദഗതി ബിൽ നിയമമായാൽ വനത്തിന് പുറത്തു വെച്ചും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേസെടുക്കാൻ അധികാരം ലഭിക്കും. വനനിയമ ഭേദഗതി സംബന്ധിച്ച് നവംബർ 1 ഗസറ്റ് വിജ്ഞാപനം വന്നിരുന്നു. ബില്ലിന് മന്ത്രിസഭ അംഗീകാരവും നൽകിയിരുന്നു. ജനുവരിയിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ നിയമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനം വകുപ്പ്. നിയമം പ്രാബല്യത്തിൽ വന്നാൽ മലയോര മേഖലയിലെ ജനങ്ങളെ വേട്ടയാടാൻ ദുരുപയോഗം ചെയ്യപ്പെടുമെന്നാണ് വിമർശനം. ഒപ്പം വനം വകുപ്പിന് പരമാധികാരം നൽകുന്ന നിയമം കരിനിയമമായി മാറും.
വനവുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസത്തെയും നിയമം ഉപയോഗിച്ച് പ്രതികൂലമായി നിയന്ത്രിക്കാൻ കഴിയുമെന്ന് വിലയിരുത്തപ്പെടുന്നു. തത്വത്തിൽ മനുഷ്യത്വരഹിതമായ ജനവിരുദ്ധ നിയമം നടപ്പിലാക്കരുതെന്ന ആവശ്യത്തിലാണ് മലയോര മേഖലയിലെ കർഷകർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ.